കേരളത്തിൽ മദ്യ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന എക്സൈസ് മന്ത്രി എം. രാജേഷിന്റെ പ്രസ്താവനയിൽ ചൂടുപിടിച്ച് ചർച്ചകൾ നടക്കുകയാണ്. പ്രാദേശിക എതിർപ്പുകൾ പരിഗണിക്കേണ്ടെന്നും മദ്യം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ കേരളത്തിന് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായികൾ കേരളത്തിലേക്ക് വരാൻ മടിക്കുന്നത് ദീർഘകാല മദ്യനയം ഇല്ലാത്തതിനാലാണെന്നും എക്സൈസ് മന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതിലേക്ക് മദ്യം എന്നതൊരു വ്യവസായമാണ്. ഒരു വ്യവസായമായിട്ട് വേണം അതിനെ കാണാൻ. ഒരു ഇൻഡസ്ട്രി എന്ന നിലയിലാണ്. അപ്പോൾ ഇൻഡസ്ട്രി എന്ന നിലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാനും കൂടുതൽ വരുമാനമുണ്ടാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സമീപനമായിരിക്കണം ഉണ്ടാവേണ്ടത്. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ടും ചില യാഥാസ്ഥിതികത്വം മൂലവുമൊക്കെ ഇതിനെ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ കാണുന്നതിന് ചില തടസ്സങ്ങൾ നിലനിൽക്കുകയാണ്. ഒരു ബ്ലോക്ക് അക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് നീക്കം ചെയ്യുക തന്നെ വേണം. മന്ത്രിയുടെ നിലപാടിനെതിരെ KCBC മദ്യവിരുദ്ധ സമിതി രംഗത്ത് വന്നു. മന്ത്രിയുടെ പ്രതികരണം അപക്വവും ധാർഷ്ട്യം നിറഞ്ഞതുമാണ് എന്നതായിരുന്നു വിമർശനം. പാലക്കാട്ട് നിന്ന് ഐഷത്തുൽ ഷംന വിവരങ്ങളുമായുണ്ട്. ഷംന, ഇവിടെ ഒരു വിമുക്തിയിലൂടെ മദ്യവർജനം കൊണ്ടുവരാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് മദ്യം കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് എക്സൈസ് മന്ത്രി പറയുന്നത്. സ്വാഭാവികമായും ഇത് വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രതികരണമാണ്. എന്താണ് എം. രാജേഷ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്? ഏത് തരത്തിലാണ് ഇപ്പോൾ KCBC പോലെയുള്ള സംഘടനകളൊക്കെ അതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്? എന്താണ് വിശദാംശങ്ങൾ ഷംന? GK 9 ഡിസ്റ്റിലറികൾ നിലവിൽ കേരളത്തിലുണ്ട്. പക്ഷെ ഒന്നിൽ പോലും സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ വലിയ തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരണമെങ്കിൽ ഈ പുതുതായി സ്പിരിറ്റുകൾ നിർമ്മിക്കണം എന്നതായിരുന്നു എം. രാജേഷിന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ദീർഘകാലമായ ഒരു മദ്യനയം കേരളത്തിന് നിലവിലില്ല. ഓരോ വർഷത്തേക്കുമാണ് നയമുള്ളത്. അതുകൊണ്ട് തന്നെ 5 വർഷത്തേക്ക് എന്ന കണക്കിലെങ്കിലും ഒരു മദ്യനയം കൊണ്ടുവരണം. ഇങ്ങനെയാണ് വ്യവസായികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുള്ളൂ. നിലവിൽ ഇത്തരം സംവിധാനങ്ങളൊന്നും കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വ്യവസായികൾ ഈ കേരളത്തിലെ മദ്യവുമായി ബന്ധപ്പെട്ട വ്യവസായികൾക്ക് അതിൽ താല്പര്യമില്ല എന്നുകൂടി എം. രാജേഷ് പറഞ്ഞിരുന്നു. മറ്റൊന്ന്, എലപ്പുള്ളിയിലെ ബ്രൂവറി വിഷയത്തിൽ സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോകും. പഞ്ചായത്തിന്റെയോ മറ്റ് നാട്ടുകാരുടെയോ ആരോപണങ്ങൾ അതൊക്കെ ചില തൽപര കക്ഷികളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. അത് വകക്കെടുക്കേണ്ടതില്ല എന്നുകൂടി എം. രാജേഷ് പറയുകയുണ്ടായി. പക്ഷെ അതിലൊക്കെയാണ് ഇപ്പോൾ KCBC അടക്കം രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് എം. രാജേഷ് സർക്കാർ ഒരു തരത്തിലും ഈ ജനങ്ങളോട് പൊതുസമൂഹത്തോട് കൂറുപാലിക്കാത്ത ഒരു സർക്കാരാണ് ഈ ഇടതുപക്ഷത്തിൻ്റെത്. അതുകൊണ്ടാണ് മദ്യം കേരളത്തിൽ നിർമ്മിക്കണമെന്ന് പറയുന്നത്. ഒരിക്കലും വിദേശികൾ കേരളത്തിലേക്ക് എത്തുന്നത് മദ്യം കണ്ടിട്ടല്ല, മറിച്ച് അത് കേരളത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇതിനൊക്കെ തിരുത്തുന്ന ഒരു ധാർഷ്ട്യമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എം. രാജേഷ് പറയുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളായി ആണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ എം. രാജേഷ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഈ എലപ്പുള്ളിയിലെ ബ്രൂവറി വിഷയത്തിൽ അതിൽ ഈ ജലത്തിന്റെ ഒരു ലഭ്യത അതൊക്കെ നേരത്തെ സംസാരിച്ച വിഷയമാണെന്ന് പറഞ്ഞ് ഇന്ന് ഒഴിവാക്കി വിടുകയായിരുന്നു. മറ്റൊന്ന്, ഈ സ്പിരിറ്റ് നിർമ്മാണം അത് തുടങ്ങാനുള്ള ചർച്ചകൾ ഉടനടി ഉണ്ടാകുമെന്ന് കൂടി എം. രാജേഷ് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ കേരളത്തിൽ മദ്യത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കണം എന്ന എം. രാജേഷിന്റെ പ്രസംഗത്തിലെ പരാമർശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഐഷത്തുൽ ഷംന ഞങ്ങളുടെ പ്രതിനിധിയാണ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.